ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ വെട്ടിയ വാഴക്കൊലയിൽ നിന്ന് ഒരു മരുന്നെടുക്കാൻ പോവുക. അപ്പോൾ അത് വളരെ ഗുണമുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നതെന്നും അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഈ മൂത്രത്തിലെ കല്ലിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 പിണ്ടി ഇതുപോലെ മുറിച്ച് അത് അതിൻ്റെ മുകൾവശം ഇല വെച്ച് മൂടി അടച്ചു വെച്ചു. ഇത് 3ാമത്തെ പിണ്ടിയാണ്. ഇതുപോലെ അതിനകത്തെ പിണ്ടിയെല്ലാം തുരന്ന് കളഞ്ഞ് ഞാൻ ഒരു വാഴയില കൊണ്ട് തന്നെ അതിൻ്റെ മുകൾവശം മൂടി വെക്കുക. പ്രാണികളും മറ്റു പൊടികളും ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി. ഇത് നമുക്ക് കുടിക്കാനുള്ള സാധനമാണല്ലോ. 2 ഞാൻ ഇന്നലെ വെട്ടിയ വാഴക്കൊലയുടേതും ഒരെണ്ണം വെട്ടാത്ത ഫ്രഷ് ഒരെണ്ണമാണ് വെച്ചേക്കുന്നത്. ഫ്രഷിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ മുറിച്ച കൂട്ടത്തിൽ എൻ്റെ കൈയും ഒന്ന് മുറിഞ്ഞു പോയി. 2 വിരൽ ഉണ്ടാവും മുറിഞ്ഞു പോയി. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി അത് പോവുക. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ആകട്ടെ. പിണ്ടിനീരിപ്പോൾ ആയിട്ടുണ്ടാവും. അതെടുക്കാൻ പോവാം. അപ്പോൾ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലയോ. ആ കൈ മുറിഞ്ഞ് അത് ആശുപത്രി വരെ പോകണമായിരുന്നു. അപ്പം തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ട്. അപ്പോൾ ആശുപത്രി പോയി ഞാൻ ഒരു TT എടുത്തു. ഒരു കൈ ഡ്രസ്സ് ചെയ്തു തന്നു. അപ്പോൾ ഇനി എന്തുമായാലും ഇന്ന് തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാനത് എടുക്കുക. നമുക്കത് മൂടി കെട്ടി വെച്ചേക്കുന്നത് അഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ആ പിണ്ടിക്കകത്തെ ആ കുഴിയെല്ലാം നികന്ന് നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഒരു പ്രാണിയോ ഒരു കരടോ ഒന്നുമില്ല. ഇനി അതൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് കോരി എടുത്ത് നോക്കാം. കോരി എടുത്ത് നമുക്ക് കുടിച്ച് നോക്കണമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഉണ്ടോ, ഇത് ഒരു ഗ്ലാസ് ഇപ്പം കിട്ടി. ഇനി ബാക്കി ഇനി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് സ്റ്റോൺ വരാതിരിക്കാനും സ്റ്റോൺ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഞാനൊന്ന് കുടിച്ച് കാണിക്കാം. ഒരരുചിയുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക. സ്റ്റോൺ ഇല്ലാതിരിക്കട്ടെ. ബാക്കിയുള്ളത് ഞാൻ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ടാന്നേലും അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇത്രയും എനിക്ക് കിട്ടി. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു കുപ്പി ഫുള്ള് നിറച്ചെടുക്കാം. അപ്പോൾ ഏതായാലും ഞാൻ വൈകിട്ട് കൊണ്ടുപോയി ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ, ടേസ്റ്റിന് വല്ല വ്യത്യാസമുണ്ടോ. അപ്പം ഇനി അടുത്ത ഈ കൈയൊക്കെ ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ കൈ ഒന്ന് പുറത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി പറയുന്നു.